എല്ലാ സുഖസൗകര്യങ്ങളും കൊടുത്ത് ബുദ്ധിമുട്ടറിയിക്കാതെ വളർത്തിയിട്ടും കുട്ടികൾക്ക് എന്തേ സന്തോഷമില്ലാത്തത്? അവർ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളെ മാതാപിതാക്കൾ മനസ്സിലാക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്നൊക്കെ. എന്നാൽ മാതാപിതാക്കൾ ചോദിക്കുന്നു, ഞങ്ങൾ ജോലി ചെയ്യുന്നതും പണമുണ്ടാക്കുന്നതും ജീവിക്കുന്നതും ഒക്കെ അവർക്ക് വേണ്ടിയല്ലേ, അവരെന്താ ഇത് മനസ്സിലാക്കാത്തതെന്ന്. ഇങ്ങനെ നോക്കുമ്പോൾ രണ്ടുപേരുടെയും ഭാഗം ശരിയാണെന്ന് നമുക്ക് തോന്നും. എന്നാലും എന്തോ എവിടെ ഒരു പാകപ്പിഴയുള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഇന്ന് സംസാരിക്കുന്നത്. എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. തിരക്കേറിയ ഒരു ജീവിത യാത്രയാണ് നമുക്ക് കുടുംബങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. മാതാപിതാക്കൾ ജോലി തിരക്കിനിടയിൽ കുട്ടികൾ ട്യൂഷനും പഠന സംബന്ധമായ കാര്യങ്ങളിലുമൊക്കെ കളിക്കാൻ പോലും സമയമില്ലാതെയാണ് ഒക്കെ അവര് വളരുന്നത്. പല മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ കണ്ടുമുട്ടുന്നത് തന്നെ വളരെ വിരളമാണ്. മക്കൾ ചോദിക്കുന്നതിന് മുമ്പേ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സാധിച്ചു കൊടുക്കുന്ന ഈ സുഖസൗകര്യങ്ങളും ആഡംബരങ്ങളും ഒക്കെ വെറും താൽക്കാലിക സന്തോഷം മാത്രമാണെന്ന് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. അവർക്ക് വേണ്ടത് സന്തോഷമുള്ള പേരൻസിന്റെ ഒരു സാന്നിധ്യമാണ്. അവരെ ശ്രദ്ധാപൂർവം കേൾക്കാൻ, അവർ പറയുന്നത് മനസ്സിലാക്കാൻ, അവരോടൊപ്പം സന്തോഷപൂർവ്വം സമയം ചെലവഴിക്കാൻ കഴിയുന്ന മാതാപിതാക്കളെ കിട്ടാൻ അവർ കൊതിച്ചിരിക്കുകയാണ്. അവരുടെ ഈ വിങ്ങലുകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലായിരിക്കാം. അഥവാ മനസ്സിലാക്കിയാൽ തന്നെയും ഈ ജീവിതത്തിലെ തിരക്കിനിടയിൽ നമുക്ക് പലപ്പോഴും അതിന് കഴിഞ്ഞിട്ടില്ലായിരിക്കാം. പക്ഷെ ഈ ഓട്ടത്തിനിടയിൽ നമുക്ക് നമ്മുടെ മക്കളെ നഷ്ടപ്പെടാൻ ഇടവരരുത്. സ്നേഹം അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ അവർ ചതിക്കുഴിയിൽപ്പെടാൻ സാധ്യത. അല്പസമയം എല്ലാം നിർത്തിവെച്ച് മക്കളോടൊപ്പമായിരിക്കുക. എത്ര സമയം ചെലവഴിക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. കുറെങ്കിലും ഒന്നാമതായിട്ട് അൺപ്ലഗ് യുവർ ടെക്നോളജി. അതായത് മക്കളോടൊത്ത് സമയം ചെലവഴിക്കുമ്പോൾ നമ്മൾ മൊബൈല്, ലാപ്ടോപ്പ്, TV അതുപോലെയുള്ള എല്ലാ ടെക്നോളജിയും മാറ്റിവെച്ച് അവർക്ക് ഫുൾ അറ്റൻഷൻ കിട്ടത്തക്ക രീതിയിൽ ആയിരിക്കണം നമ്മളുടെ സമയം ചെലവഴിക്കേണ്ടത്. അവരോടൊത്ത് കളിക്കുക, ചിരിക്കുക, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ഇടപെടുക, അവരെ ആലിംഗനം ചെയ്യുക, ഉമ്മ വെക്കുക, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതല്ലേ, അത് പ്രകടിപ്പിക്കാതിരുന്നാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? അതുകൊണ്ട് അവർക്ക് അനുഭവവേദ്യമാക്കണം നമ്മുടെ സ്നേഹം. ഈ സ്നേഹ സ്പർശനങ്ങളൊക്കെ മാതാപിതാക്കളിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നില്ല എങ്കിൽ സ്നേഹം അന്വേഷിച്ച് അവർ പല സ്ഥലത്തും പോയെന്ന് വരാം. രണ്ടാമതായിട്ട് ഒരുമിച്ച് ജോലി ചെയ്യുക. പലപ്പോഴും നമുക്ക് വെറുതെ സമയം അവരോടൊത്ത് ചെലവഴിക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല. ആ സമയത്ത് നമ്മുടെ ജോലികൾക്കിടയിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് അവരെ കൂടെ ആ കൂട്ടത്തിൽ ചേർക്കുകയും ആ സമയത്ത് നമുക്ക് അവരോട് നല്ല രീതിയിൽ സംസാരിക്കുകയും അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഉദാഹരണമായിട്ട് ചെടികൾക്ക് വെള്ളമൊഴിക്കുക, പാത്രങ്ങൾ കഴുകുക, വസ്ത്രങ്ങൾ കഴുകുക, അല്ലെങ്കിൽ വണ്ടി കഴുകുക, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവർക്ക് ചെറിയ ഡ്യൂട്ടി കൊടുത്തുകൊണ്ട് അവരെ കൂടെ പങ്കെടുപ്പിക്കുമ്പോൾ നല്ല രീതിയിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, യാത്ര പോവുക, അവരോടൊത്ത് ഫോട്ടോ എടുക്കുക, വീഡിയോസ് എടുക്കുക, ഇതൊക്കെ അവർക്ക് സന്തോഷമുള്ള കാര്യങ്ങളാണ്. അതായത് അവർക്ക് സന്തോഷം ഉള്ള അല്ലെങ്കിൽ നല്ല ഓർമ്മകൾ കാത്തു സൂക്ഷിക്കാൻ പറ്റിയ ചില മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുക, അതാണ് ഉദ്ദേശം. വിദേശത്തുള്ള പേരൻസിനും വീഡിയോ കോൾ വഴിയായിട്ടും വാട്സാപ്പിലൂടെ സ്നേഹ സന്ദേശങ്ങൾ അയക്കുന്നത് വഴിയൊക്കെ ആയിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ സമയത്ത് അവരെ നമ്മള് സ്നേഹ സംഭാഷണങ്ങളാണ് നടത്തേണ്ടത്. അല്ലാതെ അവരെ ഉപദേശിച്ച് നന്നാക്കി കളയാനോ അല്ലെങ്കിൽ അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനോ ഒന്നും പോകാതിരിക്കുക. സ്ഥിരമായിട്ടുള്ള കണക്ഷനിലൂടെ അവരോട് കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ ഇടപെടാനും അവർക്ക് നമ്മളോട് ഒരു വിശ്വാസവും സ്നേഹവും സ്വാതന്ത്ര്യവും ഒക്കെ തോന്നി തുടങ്ങിക്കഴിഞ്ഞാല് നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാക്കാനും അനുസരിക്കാനും ഒക്കെ ഒരു തോന്നലുണ്ടാകും. തന്നെയുമല്ല, എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും പ്രശ്നങ്ങൾ നേരിട്ടാലും മാതാപിതാക്കളോട് അവർക്ക് തുറന്ന് സംസാരിക്കാനുള്ള ഒരു ആത്മധൈര്യവും വിശ്വാസവും ഒക്കെ തോന്നി തുടങ്ങും. അതിലൂടെ നമുക്ക് അവരെ മനസ്സിലാക്കാനും കൂടുതൽ കാര്യങ്ങളിലേക്ക്, കൂടുതൽ ആത്മവിശ്വാസത്തിലേക്കും ധൈര്യത്തിലേക്കും ഒക്കെ കൊണ്ടുവെക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു മോശ സാഹചര്യത്തിൽ പെട്ടാലും അതിൽ നിന്ന് ഊരി പോരാനൊക്കെ അവർക്ക് സാധിക്കും. പേരൻസിന് തങ്ങളുടെ കുട്ടികൾ ഏത് വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്ന് മനസ്സിലാക്കാനും എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. മാതാപിതാക്കൾ ബുദ്ധിമുട്ടുന്നതും ജോലി ചെയ്യുന്നതും തങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നതും ഒക്കെ തങ്ങളുടെ നന്മയ്ക്കായിട്ടാണെന്ന് കുട്ടികൾക്കറിയാം. പക്ഷെ അവരുടെ ആ മനസ്സിലുള്ള ഫീലിങ്സ്, അതായത് പേരൻസിന്റെ സന്തോഷമുള്ള സാന്നിധ്യം അവർക്കൊരിക്കലും മറക്കാനാവില്ല. അതുകൊണ്ട് കുട്ടികൾ ടീനേജിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഇത്തരം ഒരു സംസ്കാരവും ശീലവും ഒക്കെ വളർത്തിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. ടീനേജിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് ആരംഭിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവില്ല. കതിരെ കൊണ്ടേ വളം വെക്കുന്നതിന് തുല്യമായിരിക്കും. അങ്ങനെ ഫലപ്രദമായ രീതിയിൽ അരമണിക്കൂറെങ്കിലും നിങ്ങൾക്ക് കുട്ടികളോടൊപ്പം ചെലവഴിക്കാൻ സാധിച്ചാൽ അവർക്ക് കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് തന്നെയായിരിക്കും അത്. തന്നെയുമല്ല, ടീനേജേഴ്സിന്റെ മിക്കവാറും പ്രശ്നങ്ങൾക്ക് അതൊരു പരിഹാരവുമായിരിക്കും. എല്ലാ പേരൻസിനും ഇത്ര ഒരു നല്ല മനോഭാവവും സംസ്കാരവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.